ബൈ ജയലക്ഷ്മി. നാടും നാട്ടുകാരും അറിയെ അഗ്നിയെ സാക്ഷി നിർത്തി ലക്ഷ്മി ദേവിയെ വേളിയായി സ്വീകരിക്കും എന്റെ മകൻ ഹരിക്കുട്ടൻ. അതിന് ലക്ഷ്മിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അതുമാത്രം പറഞ്ഞാൽ മതി. ട്രിപ്പിന്റെ പിമ്പോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും നിരഞ്ജന പ്രോഗ്രാം ഉണ്ടാകരുത്. അതല്ല മാഡം, ഈ ട്രിപ്പ് തന്നെ നിരഞ്ജൻ സാറിനെ കോൺസെൻട്രേറ്റ് ചെയ്തുള്ളതാകുമ്പോ. ഓക്കെ, നമ്മൾ എല്ലാ സ്റ്റേജിലും നിരഞ്ജനെ പ്രസന്റ് ചെയ്യും. പക്ഷേ ഒരു ത്രൂ ഔട്ട് പെർഫോമൻസ് വേണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾക്ക് തനിച്ചിരിക്കാൻ, ഇതുവരെ ഉണ്ടായിട്ടുള്ള വിഷമങ്ങളെല്ലാം പറഞ്ഞു തീർക്കാൻ ഒരവസരം, അത് മാത്രമാണ് എനിക്ക് ഈ യൂറോപ്യൻ ട്രിപ്പ്. അപ്പോ ഉണ്ണിമായുടെ കാര്യത്തിൽ മാഡം എന്ത് തീരുമാനിച്ചു? ഉണ്ണിമായോ? ഏത് ഉണ്ണിമായ? എനിക്കും നിരഞ്ജനും ഇടയിൽ ഒരാളും ഇനി കടന്നു വരില്ല. അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഈ ബ്രോസ് ചെയ്തിട്ടുണ്ട്. എന്നാലും മാഡം, ഉണ്ണിമായി ഒഴിവാക്കിയ പോലും നിരഞ്ജൻ സാർ മാഡവുമായി അടുത്തിടപഴകൂ. വൈ നോട്ട്? യൂറോപ്പിലെത്തിയാൽ നിരഞ്ജന്റെ കാര്യങ്ങൾ നോക്കാൻ, കൂടെ നിന്ന് പരിചരിക്കാൻ അതിനൊരൊറ്റ ആളെ ഉണ്ടാകൂ. നിരഞ്ജന്റെ ഭാര്യ, അതായത് ഈ ഞാൻ. മാഡം എന്തേ പറഞ്ഞു വരുന്നത്? യെസ്, നടക്കാൻ പോകുന്ന കാര്യം തന്നെ. നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെടും മുൻപ് ഞാൻ നിരഞ്ജന്റെ ഭാര്യയും നിരഞ്ജൻ എന്റെ ഭർത്താവുമായിരിക്കും. സംശയിക്കണ്ട യമുന, ഞാനത് തീരുമാനിച്ചു. എത്രയും വേഗം നിരഞ്ജനും ഞാനുമായുള്ള രജിസ്റ്റർ മാരേജ് നടക്കണം. നിരഞ്ജൻ സാർ സമ്മതിച്ചോ അതിന്? സമ്മതിച്ചോന്ന് ചോദിച്ചാൽ സമ്മതിച്ചു. പക്ഷേ വാക്കുകൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട്. മാഡം പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഒന്നു മാത്രം യമുന മനസ്സിലാക്കിയാൽ മതി. നിരഞ്ജൻ വരും. ഞാൻ പറയുന്ന സമയത്ത് തന്നെ വന്ന് രജിസ്റ്റർ മാരേജ് നടത്തും. എന്താ, അത് പോരെ? മാഡം, ഇതും കഴിഞ്ഞ തവണത്തെ പോലെ പിരിഞ്ഞു പോകുമെന്ന് എന്റെ പേടി. യമുന, വേണ്ട. ഇത് റോസിന്റെ തീരുമാനമാ. നടത്താനും എനിക്കറിയാം. ഗുഡ് മോർണിംഗ് മഹാദേവൻ. എന്തു പറ്റി കൈലാസത്തിൽ മഹാദേവന്? ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് തിരിച്ചൊരു ബാഡ് മോർണിംഗ് പോലും പറയാതെ നിൽക്കുന്നു. എന്താ, ചെന്നൈയിലെ കാലാവസ്ഥ പിടിക്കുന്നില്ലേ? കാലാവസ്ഥ പിടിക്കാഞ്ഞിട്ടൊന്നുമല്ല, ഈ മുഖസ്തുതി പറച്ചിൽ ഞാനങ്ങ് നിർത്തി. അതുപോലെ തന്നെ മുഖത്ത് നോക്കി സത്യം പറയുന്ന പണി.
പറ്റി ഒരു മാതിരി അവാർഡ് സിനിമ പോലെ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. റോസിനോട് ഞാനൊരു നല്ല പ്രഭാതം ആശംസിച്ചാൽ അതൊരു മുഖസ്തുതിയായി പോവും. കാരണം ഈ പ്രഭാതമൊന്നും മാത്രമല്ല, വരാൻ പോകുന്ന ഒരു പ്രഭാതവും റോസിനത്ര നല്ലതാകാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇനി അങ്ങോട്ട് ഉറക്കമില്ലാത്ത രാത്രികളും ദുസ്വപ്നം കണ്ട് ഞെട്ടിയുണർന്ന പാതി മയക്കങ്ങളും അത് മാത്രമുള്ള റോസിന് എന്തോന്ന് സുപ്രഭാതം നേരാൻ. മഹാദേവൻ എന്താ ഉദ്ദേശിക്കുന്നത്? വളച്ചു കെട്ടില്ലാതെ ഈ റോസിനോട് എന്തു പറയാ മഹാദേവന്? വളച്ചുകെട്ടില്ലാതെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, റോസിന്റെ സ്വപ്നങ്ങളൊന്നും ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നില്ല. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, നിരഞ്ജനെ കൊണ്ട് സ്വന്തം കഴുത്തിൽ മിന്നുകെട്ടിച്ച് തന്റേത് മാത്രമാക്കി വിജയം കൊയ്യാമെന്നുള്ള റോസിന്റെ മോഹങ്ങൾ അതിനടിവര വീണു എന്നർത്ഥം.